ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജസ്ന സലീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ. എന്താണ് ജസ്ന നിനക്ക് പ്രശ്നം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഒരു കള്ളം പുറപ്പെടുവിച്ചത്, പടച്ചുണ്ടാക്കിയത്? നീ ഒരു പെൺകുട്ടിയല്ലേ, ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ വൃത്തിഹീനമായ രീതിയിൽ പറയാൻ പറ്റുമോ നിനക്ക്? ജസ്ന സലീം സ്മൃതി എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടിയെക്കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിലാണ് പരാമർശം നടത്തിയിരിക്കുന്നത്. എന്താണ് ജസ്ന സലീം സ്മൃതിയെക്കുറിച്ച് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഇതിനോടകം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി കഴിഞ്ഞു. സ്മൃതി അതുമായി ബന്ധപ്പെട്ട് സൈബറിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ജസ്ന സലീം പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. അപ്പോൾ ചേച്ചി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ ചേച്ചി ഒരു യൂട്യൂബറാണ്, ഞാനതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം, നിരന്തരം എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം. ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തുന്നത്. ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. കേട്ടോ ചേച്ചി? ജസ്ന സലീമിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയതിന്റെ ഫലമായിട്ട് ജസ്ന സലീം സ്മൃതി ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി നോക്കിയ കാര്യമാണ്. എന്തായാലും ജസ്ന സലീം പറയുന്നുണ്ട്, ജസ്ന സലീമിനെ ഇതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സ്മൃതി കോൺടാക്ട് ചെയ്തപ്പോൾ ഫോൺ എടുക്കാതെ വോയിസ് മെസ്സേജുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് 1 by 1 ആയിട്ട് കേൾക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. ജസ്ന സലീം കൊണ്ട് കേസ് കൊടുത്ത സമയത്ത് അവിടുത്തെ CI പറഞ്ഞു എന്ന് തന്നെ എങ്ങനെയാണോ പറഞ്ഞ അതേ രീതിയിൽ തിരിച്ചു മറുപടി പറയാം. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. തന്നെ പറഞ്ഞ അതേ രീതിയിൽ മറുപടി കൊടുക്കാനാണ് ജസ്ന സലീമിനെ സ്മൃതി റിയാക്ട് ചെയ്തത്, വിമർശിച്ചത്. അത് വളരെ മാന്യമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജസ്ന സലീം പറഞ്ഞതോ വളരെ വൃത്തികെട്ട രീതിയിൽ, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ. ഒരു പെൺകുട്ടിയാണ്, വിവാഹം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ പറഞ്ഞത്? ആ കുട്ടിയുടെ ഫാമിലി എല്ലാം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ജസ്നയുടെ ലക്ഷ്യം. ജസ്നയുടെ ലക്ഷ്യം ആ ജസ്നയെ കുറിച്ച് പറഞ്ഞ എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കി വെക്കണം. അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അപ്പം ഞാനും പ്രൈവറ്റ് ആക്കി വെക്കും. എന്തായാലും ജസ്ന പറയുന്ന കുറച്ച് വോയിസ് മെസ്സേജ് ഉണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. കൊച്ചി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആദ്യം നീ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണ്ട, പ്രൈവറ്റ് ആക്കി വെച്ചോ. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ തംബ്ലൈന് മാറ്റിക്കോ. ഞാനിത് റിമൂവ് ചെയ്യും. അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞതുകൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു, നോ പ്രോബ്ലം. ഇനി കംപ്ലൈൻറ്റ് ഇനിയിപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടാതിരി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, എനിക്കൊരു വിഷയമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല, ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് CI സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ്. അല്ലാതെ എനിക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിൻ്റെ വിഷം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചെന്നില്ല, മോൻ പോലും പരാതി കൊടുത്തു. അതിൽ ഈ സ്മിതയുടെ പേരുണ്ട്, ശ്രദ്ധിച്ചു ഞാൻ വേണേൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് CI പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും തിരിച്ചു പറയൂ. വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല, എനിക്കിതേ ഓരോ ഓപ്ഷനുള്ളൂ. അപ്പം ഇല്ലാ വചനം പറയുമ്പോഴുള്ള വിഷമം. എനിക്ക് ഒരു കുടവയറുണ്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു. അപ്പോൾ വിവാഹം കഴിക്കാത്ത ആ കൊച്ചി, ഞാൻ അവളുടെ പേരോ കാര്യങ്ങളോ പറയുന്നില്ലല്ലോ. അത് സംബന്ധിച്ച് അവിടെ പോയി, അത് ആരും എന്തെന്നൊന്നും പറയുന്നില്ലല്ലോ. കേട്ടല്ലോ, വ്യാജപ്രചരണം നടത്തിയാൽ എന്ത് വിഷമമാണോ
ാണ് ഈ കാര്യം ആരും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ചില ആൾക്കാരുണ്ട് നമ്മുടെ ഈ സമൂഹത്ത്. കുട്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല, കിട്ടൂല. അപ്പം കുട്ടിയും ആ വീഡിയോ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധാരണന്റെ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ, ഞാൻ ചെയ്യാൻ തയ്യാറാ, നോ പ്രോബ്ലം. നീ FM തുറന്നതിന്റെ മാതിരി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി നീ എന്നെ വിളിക്കണ്ട. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട്, വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തേക്കുക. അതൊന്നും നിനക്കൊന്നും കാണാൻ നിന്റെ ഒന്നും എടുത്ത് കണ്ണില്ല. പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലോട് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പം കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതല്ല, വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാം നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ. എന്ന് നീ അത് പബ്ലിക് ആക്കുന്നോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും. പിന്നെ അപ്പൊ പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഉച്ചേ, ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലും സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഇതുവരെ അവളെക്കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല. ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ മനോഭാവം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പുള്ളിക്കാരി നശിച്ചാലും ബാക്കിയുള്ളവർ നശിക്കണം എന്നുള്ള ചിന്ത. കേട്ടല്ലോ നിങ്ങൾ, ജസ്ന സലീം സ്മൃതിയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് ആ വീഡിയോസ് എല്ലാം നീ പ്രൈവറ്റ് ആക്കി വെക്കണം, പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ സ്മൃതിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. രീതിയിൽ ഈ സമൂഹത്ത് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു. അപ്പൊ എല്ലാവർക്കും ജസ്ന സലീം എന്ന് പറയുന്ന യുവതി അറിയാമായിരിക്കും, ഉറപ്പായിട്ടും പരിചയമുണ്ടാകും. എന്റെ ചാനലിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയമുണ്ടാകും. അപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്ത് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അതായത് മതത്തെ കൂട്ടുപിടിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റീര് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ്. അതും വൃത്തികേട് വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല. ഞാൻ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല. അവരുടെ മക്കളെക്കുറിച്ചോ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചിട്ടോ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ജസ്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ചും അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ പൊളിച്ചെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ മിക്കപ്പോഴും. സ്മൃതി അറിയാവുന്നവർക്കറിയാം ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ജസ്ന സലീമിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഈ രണ്ടുപേരുടെ ക്യാരക്ടറും അറിയാവുന്നവർ ആരും സ്മൃതിയെ കുറ്റപ്പെടുത്തില്ല. എന്നാൽ പോലും ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കായിട്ടും ആയാലും ഒരു വിഷമമുണ്ട്. എന്നാലും സ്മൃതി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേട്ടുവരാം നമുക്ക്. എന്റെ അഭിപ്രായം മാത്രമാണ്, അവരെ വൃത്തികേട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ജസ്നെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജസ്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു. എന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് പറഞ്ഞത്. എന്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ആ വീഡിയോയിൽ എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും. അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് വായ കൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം പറയത്തില്ല. എത്ര ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത, അതും പ്രത്യേകിച്ച് ജസ്നയെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന, കണ്ണന്റെ പടം വരയ്ക്കുന്ന, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കലാകാരിയാണ്. കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നയെ പോലെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത്. പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി അബോർഷൻ നടത്തിയത്രേ. അത് ഇവള് കണ്ടു. ഇവള് മൈഗ്രെയിൻ ആയിട്ട് ആശുപത്രി പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു. ഇതാണ് അവൾ നടത്തിയ വ്യാജ പ്രചരണം. ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സ് ഇട്ടത്. അത് തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്മൃതി സൈബറിൽ കേസ് കൊടുത്തെന്നും ജസ്ന ആ വീഡിയോ റിമൂവ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും റിമൂവ് ചെയ്താലും ഇനിയായാലും ഒരിക്കലും ഇപ്പം ജസ്നയ്ക്കും മക്കളുണ്ട്, അവരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെങ്കിൽ എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ചിന്തിച്ചൂടെ? നീ ഒരു അമ്മയല്ലേ, ആ ഒരു സ്മൃതിയുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായ വേദന എന്തായിരിക്കും? അതും കൊയിലാണ്ടിയിൽ പോയി. പത്തനംതിട്ടക്കാരിയാണ് നമ്മുടെ സ്മൃതി. പത്തനംതിട്ടയിൽ നിന്ന് സ്മൃതി അബോർഷൻ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് കൊയിലാണ്ടി പോയെന്നൊക്കെയാണ് ജസ്ന പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പം അവരവരുടെ കാര്യം തന്നെ മറ്റുള്ളവരുടെ മേലിൽ പഴിചാരുകയാണോ ജസ്ന? ഇങ്ങനെ
എന്നിട്ട് ജസ്റ്റിന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ഞാനിങ്ങനെ എന്നെ വ്യാജം പറയുന്നതുകൊണ്ട് ഞാൻ എല്ലാവരെയും വ്യാജം ചെയ്യും എന്നൊക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത്? ജസ്റ്റിനയുടെ രീതിയിൽ മുന്നോട്ട് പോവുക, ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് മുന്നോട്ട് പോകുക നല്ല രീതിയിൽ, അല്ല എന്തിനാ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്നത്? എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.